ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോണത് നക്ഷത്രത്തിന്റെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാരകത്വമാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോണ 12 നക്ഷത്ര ദിവസങ്ങളില് നിങ്ങൾ കടം കൊടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചു കിട്ടൂല എന്ന് പറയണം. ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂല എന്ന് മാത്രമല്ല, കടം മേടിച്ചു കഴിഞ്ഞാൽ കടം വളരെയധികം കൂടുകയും കടത്തിലാവുകയും ചെയ്യും. ഈ നക്ഷത്ര ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ ആതിര, ചോതി, തിരുവാതിര, ചോതി, ആയില്യം, തൃക്കേട്ട, ഭരണി, പൂരം, പൂരാടം, ചിത്തിര, കാർത്തിക, മകം, പൂരുരുട്ടാതി, വിശാഖം. ഇതിന് പ്രമാണമൊക്കെ ഉണ്ട്, തമിഴ് പ്രമാണമൊക്കെ ഉണ്ട്. ഞാനിപ്പോ പറയുന്നില്ല, ഓർത്തു വയ്ക്കുക. അപ്പൊ തിരുവാതിര നക്ഷത്രം, ചോതി നക്ഷത്രം, ആയില്യ നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, ഭാരണി നക്ഷത്രം, പൂര നക്ഷത്രം, പൂരാട നക്ഷത്രം, ചിത്തിര നക്ഷത്രം, കാർത്തിക നക്ഷത്രം, മക നക്ഷത്രം, പൂരുട്ടാതി നക്ഷത്രം, വിശാഖ നക്ഷത്രം, ഇങ്ങനെയുള്ള നക്ഷത്ര ദിവസങ്ങൾ, 12 നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ കടം കൊടുക്കാതിരിക്കുക, കടം വാങ്ങാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കടം കൂടുകയും, പിന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ നശിക്കുന്നല്ല, കടം കൊടുത്താൽ കടം കിട്ടൂല, അത്രേ ഉള്ളൂ. കടം കൊടുക്കുകയാണെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ കോട്ടയിൽ നിന്ന് വരച്ചിട്ട് കൊടുക്കുക. ഇനി ശരകലയിൽ ഒരു പ്രത്യേകതയുണ്ട്. കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നാശം വരാതിരിക്കാനായിട്ട് പ്രാണനെ കെട്ടി കൊടുക്കേണ്ട രീതികളൊക്കെ ഉണ്ട്. നമുക്ക് അമാനുഷിക ലോകം എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ പോയി കാണുകയാണെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ കടം കൊടുത്തു കഴിഞ്ഞാൽ കടം കൂടും. ഇത് പലരുടെയും അനുഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ട് ഉണ്ട് ചില കേസുകൾ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കടം കൊടുക്കുമ്പോൾ, കടം മേടിക്കുന്ന ദിവസം ഉണ്ടല്ലോ, ബാങ്കിൽ നിന്ന് കടം എടുക്കുമ്പോൾ കടം എടുക്കാൻ പോണ ദിവസം നോക്കിക്കോ. ഈ ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അടച്ചീർക്കാൻ കുറച്ച് പാടായിരിക്കും. പരിഹാരങ്ങൾ ചെയ്യണം. കുജവാര പരിഹാരം പ്രത്യേക രീതിയിൽ ചെയ്താലാണ് അത് പിന്നീട് അടയ്ക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ കടത്തിലൊക്കെ ആയി കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചില പരിഹാരങ്ങൾ ചെയ്താൽ കടം വീടാനുള്ള കാര്യങ്ങളുണ്ട്. ചൊവ്വാഴ്ച ദിവസം പണമിടപാട് നടത്തുന്നതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ കുറേയേറെ സ്റ്റഡി നടത്തിയിട്ടുള്ളതാ, പഴയ ഗുരുക്കന്മാർ പറയുന്നതാ. തമിഴ് അസ്ട്രോളജിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കൊണ്ട് അവർക്കൊക്കെ കാണാണ്ട് ഇത് അറിയായിരിക്കും. അവർ ഈ ദിവസങ്ങളിലൊന്നും കടം വാങ്ങിക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്നതും ആയിരിക്കത്തില്ല. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഈ നക്ഷത്രങ്ങളിൽ കടം കൊടുത്താൽ, വേണ്ടപ്പെട്ട ആളുകൾക്ക് കടം കൊടുത്താൽ ചിലപ്പോൾ അവൻ തരാൻ കഴിവുള്ളവനാണെങ്കിലും അവൻ ആരെങ്കിലും പറ്റിച്ച് ചിലപ്പോൾ പോയിട്ട് അവൻ്റെ ഫണ്ട് ഇല്ലാത്ത അവസ്ഥ വരും. ചിലപ്പോൾ അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ വരെ പണം കിട്ടാത്ത അവസ്ഥ വരും. ബാങ്കിൽ നിന്ന് കടം എടുക്കണവർ ഈ ദിവസമൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ മാറ്റിയിട്ടൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടം കൂടി വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. അതിന് പരിഹാരങ്ങളുണ്ട്. പരിഹാരങ്ങൾ കൂടുതലായ കാര്യങ്ങളൊക്കെ ഒരാളുടെ ജാതകം നോക്കിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അത്തരത്തിൽ പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നീക്കുപോക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഈ 12 നക്ഷത്രങ്ങളിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.